അതായത് ഗ്രീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയോടുകൂടി സാമ്യമുള്ള ഒരു മിത്തോളജി അനുവർത്തിച്ചു അല്ലെങ്കിൽ ആരാധിച്ചു പോരുന്നിരുന്ന ഒരു മണ്ണായിരുന്നു ഇത്. അവിടെ മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോഴുള്ള ഒരു ജനത ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന? നമ്മളും സുഖമായിട്ടൊക്കെ പോണ്. പിന്നെ ഇന്ന് നമ്മളെ ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞാലേ ഇതാണ് അക്രോകോർ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇത് ഈ ശരിക്കും പറഞ്ഞാൽ വളരെ പഴക്കം ചെന്ന ഒരു മലയിൽ സിവിലൈസേഷൻ നടന്നതിൻ്റെ ബാക്കി കുറച്ച് അവശിഷ്ടങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ കൂടെ കാണാൻ പറ്റും. ഇതൊരു കാസിൽ പോലെയാണ്. ശരിക്കും ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് പോവാം. ചോദിച്ചു പോവാം അല്ലേ? പിന്നെ നിങ്ങളിപ്പോൾ ആ നേരെ കാണുന്നതാണ് ഇതിൻ്റെ പ്രധാന കവാടമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇത് ശരിക്കും ഒരു മലയാണ്, അതായത് വലിയൊരു മലയാണ്. മലയുടെ മുകളിലായിട്ട് ഒരു സിവിലൈസേഷൻ നടന്നതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇത് ശരിക്കും ഏതാണ്ട് പുരാതന കാലം മുതലേ ഇവിടെ ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ പള്ളികളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്, ടെമ്പിൾസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്ന ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ചെറിയൊരു പഞ്ചായത്ത് പോലൊരു സാധനമായിരുന്നു ഇത്. ഇതിന് തൊട്ട് താഴെയായിട്ടാണ് ഇവരുടെ ഏൻഷ്യൻ്റ് കോരിന്ത് എന്ന് പറയുന്നത്, അതായത് പഴയ കാലത്തെ പുരാതന കോരിന്ത് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. അവിടെ ഉണ്ടായിരുന്നവർക്ക് ഉള്ള എന്താ പറയുക, മീൻസ് അവരെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവരെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഭരണാധികാരികളും അവരുടെ അനുയായികളും ഒക്കെ താമസിച്ചിരുന്നൊരു സ്ഥലമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. ഇതിന് തൊട്ട് മേളിലായിട്ടാണ് അതും പറയാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതിവിടുന്ന് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുന്ന ആ ഒരു വ്യൂ ആണ്. ഇവിടുത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. നോക്ക്, എന്തെങ്കിലും നമുക്ക് പറയാം കേട്ടോ. പിന്നെ പീരങ്കിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ സാധനം ഡേറ്റ് എൻ്റെ കയ്യിൽ ഒരു പിടിയില്ല, എന്താണ് ഡേറ്റ് എന്ന്. എനിവേ പൊട്ടിച്ചാൻ. പിന്നെ നിങ്ങൾ ഈ നിൽക്കുന്ന മരം കണ്ടോ, ഇതാണ് ഒരു ആൽമണ്ട് ട്രീ ആണ് കേട്ടോ. ഇതിലൊരു വൈറ്റ് പൂവുണ്ടാവും. ഒരു രക്ഷയില്ല, അതിങ്ങനെ ഫുള്ള് ആ മരം നിറച്ച് ഇലയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഫുള്ള് ഇങ്ങനെ പൂക്കളായിരിക്കും. ഞാൻ കാണിക്കാം അതിനെ, വേറെ ഇതുണ്ട്. ഞാൻ വീഡിയോ മേളിലേക്ക് പോകുന്ന വഴിക്കാണ് മേളിലൊക്കെ കുറേ നിൽപ്പുണ്ട്, അത് കാണിക്കാനത്. ഇപ്പോൾ നിങ്ങൾ ഈ മേളിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കവാടം എന്ന് പറയുന്ന സാധനമാണിത്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കവാടം. അതായത് ആദ്യത്തെ ഒരു കവാടം കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു കവാടമാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ആൾക്കാർക്ക് താമസിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഇവിടുത്തെ ഇപ്പോഴുള്ള എന്താ പറയുക ബിൽഡിങ് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്ന അങ്ങനെയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ കവാടം നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഇത് കയറി ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ വിശാലമായ സ്ഥലങ്ങൾ കാണുന്നത്. നിലത്ത് മുഴുവൻ ഇപ്പോഴും ഈ ഒരു ചെറിയ ചെറിയ പാറക്കല്ലുകളിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്.
ശരിക്കും ഇപ്പോഴും ഇതെല്ലാം ഈ ഉപയോഗിച്ച് ഈ കാണുന്ന പാറ, അതായത് കൊച്ചു കൊച്ചു കല്ലുകളെല്ലാം ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളുടെ പണ്ട് കാലത്തെ കെട്ടിടങ്ങളുടെ എല്ലാ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴും ഇവിടെ ഈ സ്ഥിതി ചെയ്യുന്നത്. ഇവരിത് ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് മഴ വന്നുമൊക്കെ ഒത്തിരി മഴ, അതുപോലെ മഴ മീൻസ് നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിത് കാണുന്നത് അതിൻ്റെ നമ്മൾ മുന്നേ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ചെറിയ എന്താ പറയുക റൂമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഫുള്ള് സ്റ്റോൺ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അകത്ത് ആൾക്കാർക്ക് താമസിക്കാൻ ഇരിപ്പിടങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു മുറികളാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മുറിയും കൂടെ ഉണ്ട്. അത് നിങ്ങൾ കാണുന്ന അടുത്തൊരു മുറിയാണ്. അങ്ങനെ 2-3 മുറികളുണ്ട് ഇതിനകത്ത് തന്നെ. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും, അതായത് വലതുവശത്തും ഇതുപോലെ തന്നെ കുറച്ച് 2-3 മുറികളോട് കൂടിയാണ് ഇതിൻ്റെ ഈ കാസിലിൻ്റെ കവാടം നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അക്രോകോയിൻറ്റ് എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന് ശരിക്കും മേളിൽ ഇവിടെ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഇതിന് മുകളിൽ 2-3 മൊണാസ്ട്രി ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, പള്ളികൾ, ടെമ്പിൾസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അതേപോലെ ടോപ്പിലായിട്ട് തന്നെ ഒരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിനകത്ത് വെള്ളം കെട്ടി നിർത്തി അവരതാണ് ഉപയോഗിച്ചുകൊണ്ട് പോരുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഒരു മലയെക്കുറിച്ച് പറയാൻ. ഇത് ശരിക്കും ലൊത്രാക്കിയിൽ നിന്ന് തന്നെ ഒരു 3-4 കിലോമീറ്റർ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കയറി വയ്യ. ഇത് കുറേ ഉണ്ട് കയറാം. മറ്റേ ഗറനിയ മല കയറിയ പോലെ തന്നെ നടന്നാലും തീരുമില്ല. പക്ഷേ ഇതിന് ടോപ്പിൽ വന്നത് ഞാനല്ല, അന്യ വ്യൂ ആണ്. കാര്യം വെച്ചാൽ ഭയങ്കര തണുപ്പ് ഇപ്പോഴായിട്ടാണ് തോന്നുന്നു കേട്ടോ. സമ്മർ ടൈമിൽ എന്താണെന്നറിയില്ല. ഞാൻ വന്നപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ വട്ടം ഞാനിവിടെ വരുന്നത്. വരുമ്പോൾ എല്ലാം നൈസ് തണുപ്പ്, നൈസ് കാലാവസ്ഥയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ആൽമണ്ട് ട്രീ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ചെറി ബ്ലോസം പോലെ തന്നെ തോന്നും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്താണ് ചെറി ബ്ലോസം എന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്, കിടിലം പോവാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. അതേപോലെ മനോഹാരിതയാണ് ഇതിന്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു മുസ്ലിം മസ്ജിദാണ്. അതായത് അവസാന കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഇതറിയപ്പെട്ടു പോകുന്നത്. അതായത് ഇവിടെ ശരിക്കും ക്രിസ്ത്യാനിറ്റിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇവരുടെ ഓൾഡ് ഗോഡ്സ് എന്നറിയപ്പെടുന്ന അവരുടെ ക്ഷേത്രങ്ങളായിരുന്നു ഈ ഒരു നാട്ടിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം റോമാക്കാരുടെ വരവോടുകൂടി ഇവിടെ ക്രിസ്ത്യാനിറ്റി വരുന്നു. അതിനുശേഷം ഒട്ടോമൻ്റെ കാലത്തോടുകൂടി ഈ ഒരു രാജ്യങ്ങളിൽ മുസ്ലിം ഒരു ഭരണം വരുന്നു. അങ്ങനെയാണ് ഇവിടെ ശരിക്കും ഒരു എന്താ പറയുക ഒരു മാറ്റങ്ങൾ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും ഇവിടെയുള്ള എല്ലാം ക്ഷേത്രങ്ങളും ഇതിന് മുകളിലായിട്ട് തന്നെ അഫോഡൈറ്റിൻ്റെ ഒരു ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ കാണിക്കാം ഞാനിത്. അങ്ങനെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നൊരു സ്ഥലത്താണ് ആദ്യം ക്രിസ്ത്യാനിറ്റി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പള്ളികൾ വരുന്നു. അതിനുശേഷം ഒട്ടോമൻ്റെ സാമ്രാജ്യകാലങ്ങളിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഒട്ടോമൻ്റെ അതായത് മുസ്ലിങ്ങളുടെ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു. അങ്ങനെ നിരവധി മതങ്ങൾ വന്ന് കയറി ഇറങ്ങിപ്പോയി വിളയാടിയ ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടുത്തുകാരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ക്രിസ്ത്യാനിറ്റിയിലാണ് ഇവരിപ്പം വിശ്വസിക്കുന്നതും കാര്യങ്ങളെങ്കിലും ശരിക്കും ഇവരും നമ്മുടെ അതായത് ഗ്രീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയോടുകൂടി സാമ്യമുള്ള ഒരു മിത്തോളജി അനുവർത്തിച്ചു അല്ലെങ്കിൽ ആരാധിച്ചു പോരുന്നിരുന്ന ഒരു മണ്ണായിരുന്നു ഇത്. അവിടെ മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോഴുള്ള ഒരു ജനത ഉണ്ടായിട്ടുള്ളത് നമുക്ക് പറയാം. ഇപ്പോൾ ഇതും കാണുന്ന നിങ്ങളൊരു മുസ്ലിം പള്ളിയാണ്. ഇത് അവിടുത്തെ 2ാമത്തെ മുസ്ലിം പള്ളിയാണ്. ഈ മുസ്ലിം പള്ളിക്കുള്ളിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാൻ പറ്റും. ശരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാം ഞാൻ അങ്ങോട്ട് പോയിട്ട്. ഇവിടെ കുറേ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ മാറ്റിയിട്ടുള്ള, അതായത് അത് കഴിഞ്ഞിട്ട് ഇത് പല കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ പലരിവിടെ ഭരിച്ചു എന്നുള്ളതിൻ്റെ പല രീതിയിലുള്ള
എന്താ പറയുക തെളിവുകൾ ഇവിടെ അവശേഷിപ്പിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇതും ഒരു മുസ്ലിം പള്ളിയാണ്. ഇത് പഴയ കാലത്ത് അന്ന് മുസ്ലിങ്ങൾക്ക് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്ന ഒരു മുസ്ലിം പള്ളിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ശരിക്കും പറഞ്ഞാലോ ഈ നാടെന്ന് ഈ ഒരു ഗ്രീക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പുരാതന കാലം മുതൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഉണ്ടല്ലോ ഈ അക്രോകോരിന്ത് ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള അധിനിവേശത്തിൻ്റെ ഒരു കഥയാണ് ഇവർക്ക് പറയാനുള്ളത്. ഡയമട്രിയാസിസ്, ചാൾസിയാസിസ്, അങ്ങനെ പല തരത്തിലുള്ള കഥകളാണ് ഇവർക്കുള്ളത്. അതുപോലെ ഹെലനിസ്റ്റിക്കിൻ്റെ കാലഘട്ടത്തിൽ അക്രോകോരിന്ത് ഗ്രീസിൻ്റെ ഫൈറ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് രൂപീകരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഗ്രീക്കിൻ്റെ നഗര സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം ഉറപ്പാക്കാൻ മാസിഡോണിയക്കാർ കാവലേർപ്പെടുത്തിയ 3 കോട്ടകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ടും ഇത് അന്ന് നിലനിന്നിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എന്താ ഈ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ട് പ്രതിരോധിക്കാനും എല്ലാത്തിനും നല്ലൊരു സ്ഥലമായിട്ട് ഇത് മാറുകയായിരുന്നു. അതായത് ബൈസൻ്റൈൻ്റെ സാമ്രാജ്യകാലത്ത് ഇത് കൂടുതലത് ശക്തി പ്രാപിക്കുകയും പിന്നീട് അത് ഹെല്ലാസിൻ്റെയും പിന്നെ പെലോപെന്നീസിൻ്റെയും അതായത് അദീന എന്ന് പറയുന്ന സ്ഥലങ്ങളും അതുപോലെ ഇപ്പോൾ സ്പാർട്ടയോ അങ്ങനെ എന്തോ ആണ് അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗ്രീസിൻ്റെ 2 എന്താ പറയുക വാല് പോലെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഈ സാധനം കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലത്തു നിന്ന് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് അന്ന് മുതൽ ഒരു അടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ അവരുടെ ഈ പെലോപെനീസുകാർ വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പുറത്തേക്ക് കയറാതിരിക്കാനൊക്കെ ആയിട്ട് നിലനിന്നിരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇത് മാറിയത്. അതുപോലെ പിന്നീട് എന്താ പറയുക 3 വർഷത്തോളം കുരിശുദ്ധക്കാർക്കെതിരെ ഇത് പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി. ഇപ്പോൾ നിങ്ങൾ കാണുന്നതും കൂടെ ഒരു മുസ്ലിം പള്ളിയാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്കിതിന് തൊട്ടപ്പുറത്തിൻ്റെ ഒരു മൊണാസ്ട്രി, ക്രിസ്ത്യൻ മൊണാസ്ട്രി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടാണ് ഈ പോകുന്നത്. ഇപ്പോൾ ഈ ഒരേ ഒരു മൊണാസ്ട്രി മാത്രമേ ഇവിടെ ഒരു വർക്കിംഗ് കണ്ടീഷനുള്ളൂ. ബാക്കിയെല്ലാം നിർത്തി ഇവിടുത്തെ പരിപാടി. ഇതിൻ്റെ മൊണാസ്ട്രിയുടെ ഫ്രണ്ട് ഭാഗമാണ്. ഇതാണ് അതിൻ്റെ ഉൾവശം. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കുറേ മെഴുകുതിരി കത്തിക്കേണ്ട, എല്ലാവർക്കും മെഴുകുതിരി കത്തിക്കാം കേട്ടോ, ആർക്ക് വേണേൽ മെഴുകുതിരി കത്തിക്കാം. പിന്നെ ഇതാണ് എൻ്റെ മധുവ. പിന്നെ കൊള്ളാം അടിപൊളി അല്ലേ. പക്ഷേ ഇതിൻ്റെ നോക്കണം, ഈ ചിത്രങ്ങൾക്ക് എത്ര കൊല്ലത്തിൻ്റെ എത്ര നൂറ്റാണ്ടുകളുടെ കഥ പറയാനുള്ളൊരു ചിത്രങ്ങളാണ് ഇത്. അത് അന്നത്തെ പഴയതാണെന്നേ, അതാണ് ഉദ്ദേശിച്ചത്. അതായത് പഴയ അത്രയും വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ് ഇപ്പോഴും ഈ മധുവായാലും എല്ലാം ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ഇപ്പം ചെയ്തതാണ് ഈ തടിയുടെ ഈ വുഡൻ ഈ ഫ്രണ്ടിലേക്ക് ചെയ്തേക്കുന്നത്, ഇപ്പം ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം പഴയ കാലത്തെ ഒരു രീതി ഇപ്പോഴും അത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ തകർന്നു പോയിരുന്നു. അതെല്ലാം അവർ പിന്നെ എന്താ പറയുക റിനോവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവരെ തകരാത്ത ഭാഗങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ അത് എന്താ പറയുക അവിടെ തന്നെയുണ്ട്. പക്ഷേ അത് നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലാണ് ഇതൊന്നും കാണില്ല. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ വരുന്നവരാരും അതിൽ പിടിച്ച് മാന്തുകയോ ചൂണ്ടുകയോ ഇങ്ങനെ ചൊറിഞ്ഞു നോക്കുകയോ ഇത് ഒറിജിനലാണെന്നുള്ളൊരു നോട്ടവും നമ്മൾ ഒരിക്കലും നോക്കില്ല. നമ്മൾ കാണാനുള്ള കാര്യം കണ്ട് മനസ്സിലാക്കുക, കൈകൊണ്ട് തൊടാനുള്ള കാര്യമാണ് തൊട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് കത്തിക്കാനായിട്ട് ക്യാൻഡിൽസ് ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ ക്യാൻഡിൽ കത്തിക്കാൻ പോകുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞാൽ ഇത് കുറച്ച് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതും ഞാൻ കഴിഞ്ഞ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇത് ഭയങ്കര എന്താ പറയുക ലെങ്തി ഒരു വീഡിയോ. കാര്യം ഈ ഒരു മല മൊത്തം കയറി നടന്ന് ഉള്ള ചരിത്രങ്ങളെല്ലാം കൂടെ പറയുന്ന, അപ്പോൾ അത് കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനിതൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് എഴുതി അയക്കുക കേട്ടോ.
പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. പിന്നെ അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ ഉണ്ടാകുന്നതാണ്, ഇതിൻ്റെ ബാലൻസ് പാർട്ടൊക്കെ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം ദ ലാൻഡ് ഓഫ് ഗ്രീസ്. സോറി, ഫ്രം ദ ലാൻഡ് ഓഫ് ഫ്രീഡം, ഗ്രീസ്. ഓക്കെ, ബൈ ബൈ, സീ യു.